ചൂടായ ചട്ടിയിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള അരിഞ്ഞത് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, ഒരു ഇടത്തരം സവോള അത് കുനുകുനായി അരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉപ്പിടണം. ഞാനത് സ്കിപ്പ് ചെയ്തു പോയി, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇതായിപ്പോയി. അതിലേക്ക് 2 മീഡിയം സൈസസ് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വലിയ ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. മാവ് നന്നായി മസാല വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ ആവശ്യത്തിന് വെള്ളം വേണ്ടത് അത്രയും എടുത്തു കൊടുക്കുക. അതിലേക്ക് 4 ചെറിയ കഷ്ണം കൊടംപുളി ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ കൊടംപുളിയൊന്നും അവൈലബിൾ അല്ല. ഞാൻ പുറത്താണുള്ളത്, ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊടംപുളിയൊക്കെയാണ്. അത് നന്നായി തിളച്ച ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അയലമീൻ ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ അയലമീൻ കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ പെരകി ഫ്രീസറിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇത് കറി വെക്കുന്നതിന് കുറച്ച് മുന്നേ ഞാനതെടുത്ത് ഇതാക്കി. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ച് വേവിക്കും. അങ്ങനെ അയലക്കറി റെഡിയായി.